സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങള് അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവെ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഞങ്ങളുടെ മധ്യത്തില് കർത്താവെ ഇന്ന് ആയിരിക്കുന്നവർക്ക് കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങള് കർത്താവെ താണു വീണ് വണങ്ങുന്നു. ആ പത്മോസ് ദ്വീപില് യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിന്റെ മഹത്വം കണ്ട് അവൻ മരിച്ചവനെന്ന പോലെ കർത്താവിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണതുപോലെ കർത്താവെ, ഞങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് യാതൊരു ബലമില്ലാതെ കർത്താവെ, ഞങ്ങളുടെ ആ സ്വയത്തെ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ എല്ലാം മരണത്തിന് ഏൽപ്പിച്ച് ഞങ്ങളും അവിടുത്തെ പാതാരമിത്വത്തില് കർത്താവെ സാഷ്ടാംഗം വീഴുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെയും അവിടുത്തെ രക്തത്താലെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയായിട്ട് കുഞ്ഞുങ്ങളെ മുതല് ചെറുപ്പക്കാരെ, കർത്താവെ മധ്യവയസ്കരെ, വയോജനങ്ങളെ എല്ലാവരെയും ഞങ്ങളെ ഏതൊരു അവസ്ഥയിലായിരുന്നാലും കർത്താവെ, ഞങ്ങളെ ഏതൊരു ആവശ്യത്തിലിരുന്നാലും കർത്താവെ, ചിലപ്പോൾ എന്തെങ്കിലും ചില കുറ്റബോധമുള്ള മനസാക്ഷിയോടെ ഇരിക്കുന്നവരുണ്ടാവും. കർത്താവെ, ചില കാര്യങ്ങളില് പല ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ടാകും. കർത്താവെ, എല്ലാ പാപങ്ങളും എല്ലാ ഭാരങ്ങളും എല്ലാം അവിടത്തോട് ഏറ്റുപറഞ്ഞ എല്ലാ ഭാരങ്ങളും അവിടുത്തെ മേൽ വെച്ച് ഞങ്ങൾ സ്വസ്ഥമായിട്ട് കർത്താവെ, ആ ബദനയിലെ മറിയത്തെ പോലെ അവിടുത്തെ കാൽപാദത്തെങ്കിൽ ഞങ്ങൾ ഇരിക്കട്ടെ. കർത്താവെ യേശുവെ, ആ ഒരു നല്ല അംശം ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കണം. അങ്ങേ ഞങ്ങൾക്ക് കേൾക്കണം. അവിടുത്തോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ അങ്ങേ ഞങ്ങൾക്ക് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കേൾക്കണം. അവിടത്തേക്ക് ഞങ്ങളോട് അരുളി ചെയ്യുവാൻ അധികം കാര്യങ്ങളുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ പലപ്പോഴും കർത്താവെ കേൾപ്പാൻ ചെയ്തില്ലാത്തവരായി പോയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ കഴുകി കർത്താവെ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും കേൾപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവെ നിത്യതയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടായിട്ട് ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നിത്യതയ്ക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാക്കി തീർക്കണം. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്തോ അറിഞ്ഞു പോകുന്നവരല്ലാതെ മറിച്ച് അതൊരു വെളിപ്പാടായിട്ട് ഞങ്ങളുടെ ഹൃദയപലകമിൽ എഴുതപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സത്യങ്ങളായിട്ട്, അനുഭവങ്ങളായിട്ട്, യാഥാർത്ഥ്യങ്ങളായിട്ട് കർത്താവെ അങ്ങ് മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് പുനഃനാമത്തെ മുഖത്തപ്പെടുത്തണം. ഞങ്ങളോ കുറയണം, അവിടുന്ന് വളരണം. ഞങ്ങളെ തന്നെ ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ചാട്ടെ. അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ സ്നേഹത്താല്, ശക്തിയാല്, സന്തോഷത്താല്, സമാധാനത്താലെ ഞങ്ങൾ നിറച്ചാട്ടെ. അവിടുത്തെ സാന്നിധ്യബോധത്താൽ നിറച്ചാട്ടെ. അവിടുത്തെ പുനഃനാമത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. എല്ലാ യേശുവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എറണാകുളം ടൗൺ ഏജ് ചർച്ചിലേക്ക് ഇതുപോലെയുള്ള ഒരു യോഗത്തിൽ കടന്നു വരാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിന്റെ തിരുവചനത്തിലെ യേശു കർത്താവ് പറഞ്ഞ 2-3 വാക്യങ്ങള് പ്രാരംഭമായിട്ടൊന്ന് കണ്ടുകൊണ്ട് ബെനാൻസോ സാറ് ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോ പറഞ്ഞതുപോലെ, ഞാൻ മനസ്സിന്റെ ഒരു ഡോക്ടർ കൂടെ ആയതുകൊണ്ട് സ്നേഹം, സന്തോഷം, സമാധാനം ഇന്ന് ലോകത്ത് വളരെ പ്രയാസമുള്ള, യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടുകിട്ടാൻ വലിയ പ്രയാസമുള്ള കാര്യങ്ങളല്ലേ. ഞങ്ങൾ സൈക്കാട്രിസ്റ്റുകളുടെ അടുത്ത് വരുന്ന ആൾക്കാരും കൗൺസിലിങ്ങിനായിട്ട് വരുന്ന ആൾക്കാരും ഒക്കെ ഇങ്ങനെ ഒത്തിരി പ്രയാസവും മനസ്സിന്റെ ഭാരവും ആകുല ചിന്തകളും ക്ഷമിക്കാനുള്ള പ്രയാസവും വല്ലാതെ നീരസവും ഉറക്കക്കുറവും വലിയ ഭാരങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന അനേകരുണ്ട്. പല സംശയങ്ങള്, പല ഭയങ്ങള്, പല ഒറ്റപ്പെടലുകള്, പല തെറ്റിദ്ധാരണകള്, അങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോ കർത്താവിന്റെ ഈ 3 വാക്യങ്ങള്, സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞ് ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ, ഞാൻ ആ വാക്യത്തിലേക്ക് ഇപ്പം തിരിയുന്നില്ല, അല്ലെങ്കിൽ മുമ്പ് ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തിരിയുന്നെങ്കിലും ആ വാക്യം നമുക്കറിയാം. സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫലം അവിടെ പൗലോസ് അപ്പോസ്തലന് പരിശുദ്ധാത്മാവിനാല് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോ യേശു കർത്താവ് തന്നെ കർത്താവിന്റെ ഒരു സംഭാഷണത്തില്, അതും കർത്താവിന്റെ ശിഷ്യന്മാരോടുള്ള കർത്താവിന്റെ ആ ഭൗതിക ജീവിതം അവസാനിക്കാറാവുന്ന സമയത്തുള്ള ആ ഒരു സംഭാഷണത്തിൽ കർത്താവ് ഈ 3 കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അതിന്റെ സന്ദർഭമൊക്കെ നമുക്കറിയാം. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നതിന് തലേദിവസം രാത്രി കർത്താവിനെ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുക. കർത്താവ് യോഹന്നാൻ 18-ാം അധ്യായത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് യോഹന്നാൻ 13-ാം അധ്യായത്തിൽ കർത്താവ്
ശിഷ്യന്മാരുമായിട്ട് അവസാനത്തെ ഒരു അത്താഴം കഴിക്കുന്നു, ലാസ്റ്റ് സപ്പർ. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ എനിക്ക് എപ്പോഴും ആഗ്രഹം. ഞാൻ സാധാരണ ഞങ്ങൾ അവിടെ ചർച്ചിൽ വേർഡ് മിനിസ്റ്റർ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ തന്നെ മക്കളെ നോക്കി അവരോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ നോക്കും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? അപ്പോ കർത്താവ്, യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് കർത്താവ് എത്ര വർഷം ജീവിച്ചിരുന്നു? 33.5 വർഷക്കാലം ജീവിച്ചിരുന്നു അല്ലേ? അപ്പൊ അവിടെ അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു നാളില്, കർത്താവിന്റെ അവസാനത്തെ നാളില് കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. ക്രൂസിലേറുന്നു. എന്റെ തലേദിവസം രാത്രി കർത്താവിനെ എത്ര ശിഷ്യന്മാരൊത്താ കർത്താവ് അന്ത്യത്താഴം കഴിക്കുന്നേ? 12 ശിഷ്യന്മാരായിട്ട് തുടങ്ങി, അതിനിടയ്ക്ക് ഒരാൾ എഴുന്നേറ്റ് പോയി. അതാണ് യൂദാസ് ഇസ്കറിയോത്ത് ഒറ്റി കൊടുക്കാൻ പോയ കാര്യമൊക്കെ. അത് കർത്താവിന്റെ അന്ത്യത്താഴം നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 13-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന രംഗമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം യോഹന്നാൻ 13:30 യൂദാസ് ഇസ്കറിയോത്ത് ഒറ്റി കൊടുക്കാനായിട്ട് അവന് പോകുന്ന ഒരു രംഗമൊക്കെ യോഹന്നാൻ 13:30 നമ്മൾ വായിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എത്ര ശിഷ്യന്മാരുണ്ട്? 12-ൽ 1 പോയ 11 ശിഷ്യന്മാരുണ്ട്. അപ്പൊ ആ 11 ശിഷ്യന്മാരോട് കർത്താവ് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് തുടങ്ങുന്ന ആ ഒരു കാര്യമൊക്കെ നമ്മളവിടെ 33-ാമത്തെ യോഹന്നാൻ 13:33 ലിറ്റിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് കർത്താവ് തുടങ്ങുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞത് മാത്രം നിങ്ങളോട് കൂടി ഇരിക്കും എന്ന് പറഞ്ഞ്, അതായത് ഇപ്പൊ ഒരു അപ്പൻ തന്റെ ഇഹലോക ജീവിതം വെടിയാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുറച്ചു നേരം കൂടെ കാണത്തുള്ളൂ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് ഹൃദയം തുറന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പോലെ ആ ഒരു പിതൃവാത്സല്യത്തോടെ കർത്താവ് 11 ചെറുപ്പക്കാരായിട്ടുള്ള ശിഷ്യന്മാരെ, കർത്താവിന് ഒരു 33.5 വയസ്സ്, 30-ാമത്തെ വയസ്സിൽ കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത്. 3.5 വർഷക്കാലം ശുശ്രൂഷ എന്നാണ് നമ്മൾ വചനത്തിന്റെ ക്രൊണോളജിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ കർത്താവിന്റെ ശിഷ്യന്മാരും ഒരു 30-33 വയസ്സിന് റേഞ്ചുള്ള ശിഷ്യന്മാരാണെന്നൊക്കെയാണ് ചരിത്രത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 11 ചെറുപ്പക്കാരോട്, നിങ്ങൾ ഇവിടെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലേ? ഇപ്പൊ സാധാരണ വലിയ വചനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ അങ്ങ് വലിയ വയസ്സുന്ന ആൾക്കാർക്കുള്ളതാ. ഞങ്ങൾ ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ ഒന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ എന്നൊക്കെ ചിലപ്പോൾ ഇന്നത്തെ നമ്മുടെ ന്യൂജൻ പിള്ളേരൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. കർത്താവിന്റെ ശിഷ്യന്മാര് ഈ വലിയ വലിയ അപ്പോസ്റ്റലനായിട്ട് പത്രോസൊക്കെ പെന്തക്കോസ്താനിൽ പ്രസംഗിക്കുമ്പോൾ പത്രോസിന് ഒരു 30-33 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ 33 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ ഇവിടെ കാണുമായിരിക്കും അല്ലേ? അപ്പം അത് അത്രയൊക്കെ വയസ്സേ ഉള്ളൂ. അപ്പൊ ആ വയസ്സിന് അവരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ വയസ്സോ, നമ്മള് പുരുഷനാണോ സ്ത്രീയാണോ, നമ്മളുടെ എത്ര വയസ്സുണ്ട്, നമ്മള് എത്ര പഠിത്തമുണ്ട്, അതെല്ലാം അതിനെക്കാട്ടിലെല്ലാം ഇമ്പോർട്ടന്റ് നമ്മള് യേശു കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം എത്രമാത്രം തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഫലപ്രദമായിരിക്കുന്ന അവസ്ഥ, ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരവസ്ഥ, ഫ്രൂട്ട്ഫുൾനെസ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ വന്ന വാക്യം എന്ന് പറഞ്ഞാല്, എന്റെ സ്നേഹം, എന്റെ സന്തോഷം, എന്റെ സമാധാനം. സ്നേഹം, സന്തോഷം, സമാധാനം എന്നാണ് കർത്താവ് ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ ഫലമെന്ന് നമ്മള് ഗലാത്യർ 5-ന്റെ, നിങ്ങൾക്ക് അറിയോ, സൺഡേ സ്കൂൾ പിള്ളേർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 9 കാര്യങ്ങളൊക്കെ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, അറിയില്ലേ? ലവ്, ജോയ്, പീസ് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ ഇവിടെ കർത്താവിന്റെ സ്നേഹം, എന്റെ സന്തോഷം, എന്റെ സമാധാനം എന്ന് പറഞ്ഞ് കർത്താവ് എടുത്തു പറയുന്ന ഈ കാര്യങ്ങൾ ഈ ബാക്കി 11 ശിഷ്യന്മാരോട് കർത്താവ് അവരെ തോളോട് തോൾ ചേർത്ത് നിർത്തി കർത്താവ് അവരോട് ഹൃദയമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗം നമ്മളിവിടെ കാണുന്നത്. അതിന്റെ യോഹന്നാൻ 15-ന്റെ 10-ാമത്തെ വാക്യത്തില് അവര് എന്റെ സ്നേഹം എന്നുള്ളൊരു വാക്ക്, മൈ ലവ് എന്നുള്ളൊരു വാക്ക് നമ്മളവിടെ കാണുന്നത്. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ, അതായത് ഞാൻ അതിന്റെ 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യമാണ് യോഹന്നാൻ 15-ന്റെ 9-ാമത്തെ വാക്യം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. ജസ്റ്റ് ആസ് ദ ഫാദർ ഹാസ് ലവ്ഡ് മീ, ഐ ഹാവ് ഓൾസോ ലവ്ഡ് യു, അബൈഡ് ഇൻ മൈ ലവ്. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവിന്റെ ഒരു സ്നേഹമുണ്ട്. ഇന്ന് ലോകത്തിൻ്റെതായ പല സ്നേഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ പത്രത്താളുകൾ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ സ്നേഹം ഒന്ന് വഞ്ചിക്കപ്പെട്ട് പലരും പല റിലേഷൻഷിപ്സ്, ചെറുപ്പക്കാർ തന്നെയാണെങ്കിലും ഈവൻ വിവാഹിതരായിട്ടുള്ള ആൾക്കാർ പോലും, വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ പോലും ഒക്കെ പല
അവര് വിവാഹേതരമായിട്ടുള്ള പല ബന്ധങ്ങളിലേക്കും പല ചാറ്റിലേക്കും ചീറ്റ് ചെയ്ത് ജീവിതം തന്നെ ചീറ്റിപ്പോകുന്ന കഥകളൊക്കെ നമ്മൾ പലയിടത്തും ആ, ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചെറുപ്പക്കാരി ഒരു പത്ത് 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓൺലൈൻ കൺസൾട്ടേഷനിൽ വന്നു. ഞാൻ ഏതാ സ്ഥലവും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയത്തില്ല. ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടാണ്, നാമധേയ സാമുദായിക ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷെ അപ്പം പുള്ളിക്കാരത്തി വിവാഹിതയല്ല. പക്ഷേ ആ, പുള്ളിക്കാരത്തിയുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. അതിനുശേഷം ഞാൻ ഈ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് സ്നേഹത്തിനായിട്ട് വേറെ എന്തൊക്കെയോ പല വ്യാജമായിട്ടുള്ള പതിപ്പുകളിലേക്ക് ആൾക്കാർ വഞ്ചിക്കപ്പെട്ടു പോകുന്ന ഒരു കാര്യം പറഞ്ഞു വരുവാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഞാൻ ഈ കഥ ഉണ്ടാക്കി പറയുമല്ലേ, ഇപ്പം ഈ ലേറ്റസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഓരോ കഥകൾ ഞങ്ങൾ ഓരോ ദിവസം കേൾക്കുന്നേ. അപ്പോൾ മലയാളിയായിട്ടുള്ള കൊച്ച് തന്നെ, ഒരു 28 വയസ്സ്, ഏകദേശം 27-28 വയസ്സ് എൻ്റെ ഓർമ്മ. മേ ബി ഒരു 2-3 മുമ്പ് ഓൺലൈനായിട്ട് വിളിച്ചത്, ടൈം ഫിക്സ് ചെയ്ത് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്ത് യുവതിയ ജോലി ചെയ്യുന്നു. പുള്ളിക്കാരത്തിയുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷനിൽ പുള്ളിക്കാരത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിയോട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ സ്നേഹത്തോട് പെരുമാറുന്നു, വലിയ സഹതാപത്തോടെ, അയ്യോ നിന്നെ അവനിട്ടിട്ട് പോയോ എന്നൊക്കെ പറഞ്ഞ് പരിതാപത്തിന്റെ കഥകളൊക്കെ കേൾക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ, ഈ സഹതപിക്കുന്ന ആള് ഓൾറെഡി വിവാഹിതനാണ്, ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് അങ്ങ് വലിയ സഹതാപം ഈ പെൺകൊച്ചിനോട്. അങ്ങനെ ഇവരങ്ങ് വലിയ സ്നേഹത്തിലാവുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ, ഈ ഈ ഈ കുട്ടിക്കാണെങ്കിൽ അത് ഈ പയ്യന്റെ ഈ യുവാവിന്റെ ഭാര്യ അറിയാതാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ കഴിഞ്ഞിട്ട് പെൺകൊച്ചിനാണെങ്കിൽ ഇയാളെ എന്നെ വേണം, അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇയാളെ എങ്ങനെയെങ്കിലും ഡൈവോഴ്സ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് വല്ലാതെ മനസ്സ് കലുഷിതമാകുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ സൈക്കാട്രിന്നോ കൗൺസിലിങ്ങിനോ സെർച്ച് ചെയ്തെങ്ങാണ്ടോ പിന്നെ ആരോ പറഞ്ഞു, ഒക്കെ എന്റെ നമ്പർ കിട്ടി, അങ്ങനെ വിളിച്ചൊരു ടൈം ഫിക്സ് ചെയ്ത് കൗൺസിലിങ്ങിനായിട്ട് ഓൺലൈനായിട്ട് അപ്പിയർ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും, അയ്യോ ആ ഭാര്യയെ എങ്ങനെങ്കിലും വകവരുത്തിയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇയാളെ കിട്ടണം. അതൊരു പെൺകുട്ടി പറയുക. നമ്മൾ ഏത് കാലത്ത് നമ്മൾ കേരളത്തില് ഈ ഒരു യുഗത്തില് ജീവിക്കുമ്പോൾ നമുക്ക്, അപ്പം ഞാൻ പറഞ്ഞു, അപ്പൊ അത് എങ്ങനെ സൗകര്യ പേര് വിളിച്ച് ഞാൻ പറഞ്ഞു, പേര് ശരിക്കും ഓർക്കുന്നില്ല. എന്നാ ഇത് 2-3 ആഴ്ച മുമ്പുള്ള കേട്ട കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സ് കുറച്ചുകൂടെ ഫ്രീ ആവാൻ ഇപ്പോൾ ഉടനടി ഒന്ന് തീരുമാനം എടുക്കരുത്, എന്തെങ്കിലും ബാംഗ്ലൂര് ക്രിസ്തീയ കുടുംബമൊക്കെ ജനിച്ച് വളർന്ന ആളല്ലേ, ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? അതൊക്കെയൊക്കെ ഉണ്ട് ഡോക്ടറെ. പക്ഷേ എനിക്കിപ്പോ എന്താ, എനിക്കിപ്പോ എന്റെ മനസ്സ് പറയുന്നതാണ് ശരി, എനിക്ക് ഇങ്ങനെ അങ്ങ് പോകുന്നതാ ഇഷ്ടം, അല്ലാതെ എനിക്കിപ്പോ വേറെ ഒന്നും നോക്കാൻ വയ്യ. അങ്ങനൊക്കെ എന്താ ഇപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, ഇപ്പം ഇത് വേറെ ആരോട് പറഞ്ഞാലും ഇത് നമുക്ക് ഒരിക്കലും അത് നമ്മളെ നീതിപീഠത്തിന് മുമ്പിലായാലും സമൂഹത്തിന് മുമ്പിലായാലും വേറെ മനസാക്ഷിയുടെ മുമ്പിലായാലും കുടുംബത്തിന് മുമ്പിലായാലും ആരുടെ മുമ്പിലായാലും ഇത് ഒരിക്കലും അത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സ് ഫ്രീ ആവാൻ വേണ്ടിയുള്ള മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തരാം. അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂടെ കൺസൾട്ടേഷന് കൂടെ ഇരിക്കുവാണെങ്കിൽ നല്ലത്. പക്ഷെ വീട്ടിലാരും അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള വേറൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ചെറുപ്പക്കാരും എല്ലാവരും അങ്ങനെ ആണെന്നല്ലോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളുടെ ചുറ്റുപാടും ഒക്കെ നടക്കുന്ന ഒരു കാര്യം. അതും ഞാനിപ്പം അതിപ്പം ഇവിടെ നിന്നാണെങ്കിലും ഇപ്പം കേരളത്തിൽ മാത്രമല്ല, ഇന്ന് ലോകം അങ്ങ് ആ ഒരു രീതിയിലുള്ള പല രീതിയിലൂടെ അങ്ങ് പോവുക. ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള നമ്പർ ഉണ്ട്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം സ്നേഹം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന് സ്നേഹത്തിനായിട്ടൊരു കൊതിയുണ്ട്. അപ്പോൾ ആ സ്നേഹിക്കപ്പെടാനുള്ള ആ ഒരു ത്വരയില് ആരെങ്കിലുമൊക്കെ കാണിക്കുന്ന ആ വൈകാരികമായ കാര്യങ്ങളെ ഒരു സ്നേഹമായിട്ട് കണ്ട് തെറ്റിദ്ധരിച്ച് ആ ഒരു ഇൻഫാച്ചുവേഷൻ, ഒരു മോഹവലയത്തിൽ അകപ്പെട്ട് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലുള്ള പല തീരുമാനങ്ങളിലേക്കും എടുത്തുചാട്ടങ്ങളിലേക്കും ഒക്കെ ആൾക്കാർ പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്.
അപ്പം ഇത് ഡോക്ടർ യുദ്ധത്തിൽ ഇതൊക്കെ ഇവിടെ നിന്ന് പറയുന്നത്, ഞങ്ങളാരും ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞത്. പക്ഷെ എങ്കിലും നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറുമ്പോൾ, ഇടപെടുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ, പല പല ഒറ്റപ്പെടലുകളിലും തെറ്റിദ്ധാരണകളിലും ഒക്കെ അകപ്പെട്ട് വല്ലാതെ ഒരു സാത്താന്റെ പിടിയിലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്ത്, അങ്ങനെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് നമ്മള് ഒരു വെളിച്ചമായിട്ട് യഥാർത്ഥ സ്നേഹം, ആ സത്യമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അനുഭവിക്കുന്നവരായിട്ട്, അത് വിളമ്പി കൊടുക്കുന്നവരായിട്ട്, അത് ആ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നവരായിട്ട് നമ്മൾ ആയിത്തീരണം. അപ്പൊ അതിനുവേണ്ടിയാ ഇന്ന് ദൈവാത്മാവ് നമ്മളെ ഈ ഒരു വചനത്തിലേക്ക്, നമ്മളെ യോഹന്നാൻ 15:9 വാക്യം നമ്മളിപ്പം പ്രാരംഭമായിട്ട് ഇപ്പം കണ്ടേ. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ബൈബിളിന്റെ പല ഇടങ്ങളിലും സ്നേഹം എന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്റെ സ്നേഹമെന്ന് യേശു കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ് പറയുന്ന ഒരു രംഗം. കർത്താവിന്റെ ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മത്തായി 5, 6, 7 അധ്യായങ്ങളാണ്. അത് കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലുള്ള വലിയൊരു പ്രഭാഷണം, കർത്താവിന്റെ ലോങ്സ്റ്റ് റെക്കോർഡഡ് sermon ആയിട്ട്, കർത്താവിന്റെ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രസംഗമായിട്ട് ഗിരിപ്രഭാഷണം മത്തായി 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഇത് കർത്താവിന്റെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്പൊ നമ്മൾ വായിക്കുന്ന പോർഷൻ അതൊരു പ്രഭാഷണമല്ല, മറിച്ചൊരു സംഭാഷണം പോലെ, ഒരു ഡിസ്കോഴ്സ് മാതിരി, ഒരു സംഭാഷണമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റേ ഗിരിപ്രഭാഷണം കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒടുക്കത്തിൽ, കർത്താവ് ഇത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രഭാഷണം തുടങ്ങുന്നത് യോഹന്നാൻ 13 അധ്യായത്തിന്റെ, ഞാൻ മുമ്പേ ആദ്യം കണ്ട ആ വാക്യം നമ്മൾ കണ്ടു. യോഹന്നാൻ 13:33 മുതൽ കുഞ്ഞുങ്ങളെ, ഈവൻ 31 മുതൽ ഇതിനെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ 13:31 മുതൽ കർത്താവ് ആ ബാക്കി 11 പേരോടും പറയുന്ന ഒരു ദീർഘ സംഭാഷണം. അതിനിടയിൽ പത്രോസ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ തോമസിനോട് നമുക്കുള്ള പ്രിയം എന്താ? നമ്മുടെ കേരളക്കരയിലേക്ക് വന്ന തോമസ്, AD 52 സുവിശേഷമായിട്ട് കേരളക്കരയിലേക്ക്, ഭാരതത്തിലേക്ക് സുവിശേഷത്തിന് വെളിച്ചമായിട്ട് വന്ന തോമസ്. ഒരുപക്ഷെ വിനാൻ സദസ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന്, ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ എന്റെ സാക്ഷ്യം വിവരിച്ചൊന്നും പറയാനൊന്നും നിൽക്കുന്നില്ല. അത് ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി ടെസ്റ്റ് മണി നിങ്ങൾ യൂട്യൂബിൽ നിന്ന് അടിച്ചു കൊടുത്ത എന്റെ ടെസ്റ്റ് മണി, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് മണി, എന്റെ വൈഫിന്റെ ടെസ്റ്റ് മണിയൊക്കെ യൂട്യൂബിൽ തന്നെ പലയിടത്തും ഷെയർ ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് സമയം പോലെ എപ്പോഴെങ്കിലും ഒക്കെ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അപ്പം ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഈ ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വന്ന എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ എത്ര വലിയൊരു ഭാഗ്യം. യഥാർത്ഥത്തില് ആ ഒരു കർത്താവിന്റെ സ്നേഹം, ഒരുപക്ഷെ മുസ്ലിമായിട്ടുള്ള കുടുംബത്തിലൊക്കെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ നമുക്ക് മുറ്റത്ത് മുല്ലേക്ക് മണമില്ലെന്ന് പറയില്ലേ? അവിടെ മുറ്റത്ത് ഒരു മുല്ല നിൽക്കുന്നുണ്ടെങ്കിൽ വരുന്നവരെല്ലാം പറയും, ഓ മുല്ലയ്ക്ക് എന്തൊരു മണമാ, മണമോ, ഞങ്ങളൊരു മണവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കൊച്ചുനാള് ഇൻ യൂട്രോ ഗർഭസ്ഥാവസ്ഥയിൽ പോലെ വചനം കേൾക്കുന്നുണ്ട്. ചിലപ്പോ ഇങ്ങനെ അത് കേട്ട് ശീലമായി പോയത് കൊണ്ട് അതിന്റെ ഈ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാര്യമൊക്കെ, വലിയ വലിയ കാര്യങ്ങളൊക്കെ കൊച്ചുനാളിന്റെ പോലെ കേട്ടായിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ചെറുപ്പക്കാർക്കും അത് വേണ്ടവണ്ണം അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യാൻ, അതങ്ങ് വിലമതിക്കുവാൻ കഴിയാതെ പോയേക്കാം. പക്ഷെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസോ, ഒരു പ്രയാസവും, ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോഴായിരിക്കും അവരും പിന്നെ ഒരു കർത്താവിന്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന്റെ ഒരു സ്പർശത്തിലേക്കൊക്കെ, യഥാർത്ഥമായിട്ടൊക്കെ സ്പർശിക്കപ്പെടുന്ന തലത്തിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, കർത്താവിന്റെ ഒരു സ്നേഹം നമ്മള് ഇന്ന് പല ഭാര്യമാർക്ക്, കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഭർത്താവും ഭാര്യയും കൗൺസിലിങ്ങിനായിട്ട്, അവര് സീരീസ് ഓഫ് കൗൺസിലിംഗ് ആയിട്ട് പലപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നവരൊക്കെ വളരെ നല്ല കപ്പിള. എങ്കിലും പലപ്പോഴും നമ്മൾ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തില് ഭാര്യമാരുടെ പരാതി എന്താ? എന്റെ ഭർത്താവിനെ ഞാനൊരു മൊബൈലായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, എപ്പോഴും മൊബൈലിനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഭാര്യയുടെ പരാതി. ശരി, എൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, എന്നോടൊന്ന് ചിരിക്കുന്നില്ല, എന്നോടൊന്ന് കിന്നരം പറയുന്നില്ല, എപ്പോഴും മൊബൈലിലേക്കാണ് ശ്രദ്ധ. ഭർത്താക്കന്മാർക്കും അവരുടേതായ പരാതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭാര്യ അവരും പറയും മൊബൈൽ നോണ്ടിക്കൊണ്ടിരിക്കുവാണ്, അതാണ് ഇതാണ്, ഇങ്ങനെ വേണ്ടവണ്ണമുള്ളൊരു ബഹുമാനമില്ല എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. ഞാനൊരു ഭർത്താവ് വന്ന് ആലോചിക്കണ്ടായോ? അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അപ്പം ഇപ്പം പലപ്പോഴും നമ്മള്, ശരിയാണ്, ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ ആ ഒരു ഇതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ച് വേണം ആ ഒരു ക്രിസ്തുവും സഭയും ആ ഒരു സ്നേഹത്തിലും കീഴടങ്ങലിലും എങ്ങനെ ആയിരിക്കുന്നു, അതിൻ്റെ ഒരു മാതൃകയായിട്ടാണ് ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ
ആയിരിക്കേണ്ടതായിട്ടുള്ളത്. അതാ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പലപ്പോഴും ക്രിസ്ത്യ കുടുംബങ്ങൾ എന്ന് പറഞ്ഞ പല കുടുംബങ്ങൾ തന്നെ ആ, വലിയ വലിയ കാര്യത്തിന്റെ സ്നേഹവും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ എങ്കിലും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ എന്താ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്നാലും അവൾ എൻ്റെ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞു, അവളുടെ അമ്മായിയും എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കത്തില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാര് എന്നോട് ഇങ്ങനെ ചെയ്തേക്കുന്നേ, അല്ലെങ്കിൽ അവര് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ വിശ്വാസികളും കാര്യങ്ങളും ഒക്കെയാ. പക്ഷെ ഈ സ്നേഹത്തിന്റെ കാര്യം, ക്ഷമയുടെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രായോഗികമായിട്ടുള്ള നമ്മുടെ വലിയ ആത്മാവിലുള്ള ആരാധനയും ഭയങ്കര വലിയ 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 കാര്യങ്ങളൊക്കെയാണ്. എന്നാ ഒരു ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ക്ഷമ, ആ ഒരു ക്ഷമ, നമുക്ക് ക്ഷമിക്കാൻ പ്രയാസം വരുന്നതിന്റെ കാരണം എന്താ? യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം നമ്മൾ വേണ്ടവണ്ണം കർത്താവിനെ രുചിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് അതിനെ ക്ഷമിക്കാൻ പ്രയാസം. കർത്താവ് നമ്മളോട് എന്തോരം എന്തെല്ലാം ക്ഷമിച്ചിട്ടുണ്ട്. കർത്താവ് എത്ര അധികം നമ്മളോട് ക്ഷമിച്ചിട്ടുണ്ട്. ആ സ്നേഹം, ആ സ്നേഹത്തിന് വലിയൊരു ആഴക്കടൽ നമ്മൾ കാണുമ്പോൾ, ഓ, എന്നോട് ചെറിയ എന്തെങ്കിലും, ഇനിയിപ്പോ എന്നോട് ഏറ്റവും വലിയ കൊലപാതകം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഞാനങ്ങ് എനിക്ക് എന്നെ ക്ഷമിക്കാനാണ് എൻ്റെ കർത്താവ് എന്നോട് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ അടുത്ത് ചാർലി കേക്ക് എന്ന് പറഞ്ഞൊരു യുവാവുമായിട്ട് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ വൈഫും ആ കൊലപാതകിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് 1999 ജനുവരി മാസം 23-ാം തീയതി പത്രത്താളില് അതുപോലൊരു ക്ഷമിക്കുന്നതിന്റെ ഒരു വാർത്ത ഒരു ഹൈന്ദവനായ ഒരു യുവാവ് കണ്ടു. അതാരാന്ന് വെച്ചാൽ ഞാൻ തന്നെ. ഞാൻ രക്ഷയിലേക്ക് വരുന്ന 1999 ഡിസംബർ മാസം അവസാനമാണ് ഞാൻ ഈ രക്ഷയിലേക്ക് വരുന്നത്. ഇത് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന്റെ ഒരു 11 മാസം മുമ്പ്, ഞാൻ 1999 ഡിസംബർ മാസത്തിലെ രക്ഷയിലേക്ക്, എന്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വർഷം ജനുവരിയിലായിരുന്നു ഈ ഒറീസയില് ഗ്രഹാം സ്റ്റെയിൻസിനെ കൊലപാതകം ചെയ്ത ഗ്രഹാം സ്റ്റെയിൻസിനെയും പിഞ്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള ഫിലിപ്പിനെയും ടിമത്തിയൊക്കെ ജീവനോടെ ചുട്ടരിച്ച് കൊന്നുകളഞ്ഞ ആ വലിയ ഒരു നീചമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പത്രവാർത്തകളിൽ നിറയുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും ആ പത്രത്താണ്, ഞങ്ങളുടെ വീട്ടിൽ മാതൃഭൂമി പത്രം വരുന്നത്. അപ്പം മാതൃഭൂമിയിലെ ഒരു കോളത്തില് അപ്പൊ അന്ന് രാവിലെ ഹെഡ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രഹാം സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ച് കൊന്നുകളഞ്ഞു. അപ്പൊ എന്നാ അതിന്റെ ഒരു ചെറിയ കോളത്തിനകത്ത് ഭാര്യയായിട്ടുള്ള ഗ്ലാഡിസ് സ്റ്റെയിൻസ് തന്റെ ഭർത്താവിന്റെ ഘാതകരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. ഞാനൊരു കത്തോലിക്ക സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. പിന്നെ പ്രീ ഡിഗ്രി മാലവിന സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ. അപ്പം ദൈവത്തിന്റെ വചനമൊക്കെ, ബൈബിളിന്റെ വചനവും പല ക്രിസ്തീയ പാട്ടുകളും ഒക്കെ പലയിടത്തു നിന്നൊക്കെ കേൾക്കും ഒക്കെ. എന്നൊക്കെ യേശുവിനോടുള്ള വലിയൊരു ആകർഷണവും ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഭയങ്കര അമ്പലഭക്തനായിരുന്നു ഞാൻ. എന്നാ ഈ ഒരു ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ ആ ഒരു ക്ഷമ എന്നെ അന്നും അത് ആ ഒരു ഹൈന്ദവ യുവാവായി എന്നെ അന്നും അത് പിടിച്ചു കുലുക്കി. ഓ, ആ ഒരു സ്ത്രീക്ക് എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ? അപ്പൊ ആ ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞത് എന്താ? നിയമത്തിന്റെ വഴിക്ക് പോകുമായിരിക്കും, പക്ഷെ ഞാന് വ്യക്തിപരമായിട്ട് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അത് അവരുടെ അവസ്ഥ നമ്മൾ നോക്കണം. അവർക്കൊരു പെൺകുഞ്ഞുണ്ട്. അവരൊരു അന്യദേശത്ത്, ഒരു വിദേശ ദേശത്ത് ഇപ്പൊ ഒരു വിധവയാക്കപ്പെട്ട ഒറ്റപ്പെടലിന്റെ നടുവില് അതുവരെ എന്നും കണ്ട് ചിരിച്ചു വരുന്ന ഭർത്താവും അതും പിഞ്ചു കുഞ്ഞുങ്ങളും പെട്ടെന്ന് അവരില്ല. ആ ഒരു വേദനയുടെ നടുവില് അവർക്ക് യേശുവിന്റെ സ്നേഹത്തെ വലിയൊരു സുവിശേഷ ഘോഷണമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് അവര് പറയുവാണ്. വലിയൊരു സുവിശേഷ ഘോഷണമായിരുന്നു അവര് പത്രമാധ്യമങ്ങളിലൂടെ നടത്തിയത്. അപ്പൊ അത് എന്താ പറയുക, ആ ഒരു യേശുവിന്റെ ഒരു ക്ഷമ, അത് ഒരുപാട് കാര്യങ്ങൾ എന്നെ യേശുവിലേക്ക് ആകർഷിച്ചിരുന്നതിന്റെ ഒരു കാര്യം ഈ ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ എന്നെ രക്ഷയിലേക്ക് നടത്തിയ പല പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രമൊന്നും പറയാൻ ഒക്കത്തില്ല. എന്നാൽ അതിൽ ഈ ഒരു ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ ആ ഒരു ക്ഷമ, അതും ഒരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈവൻ ആ വർഷം ഞാനിപ്പം ഇപ്പൊ ഈ ജനുവരി 1999 ജനുവരി എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ഡിഗ്രി അവസാനിക്കാറാവുന്ന സമയം. അതിനുശേഷം പിന്നെ സെക്കൻഡറി ഡിഗ്രി തുടങ്ങി ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോഴാണല്ലോ നെക്സ്റ്റ് ഇയർ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും തുടങ്ങി ആ ഒരു സമയത്ത് എന്തോ അന്ന് ഈ ഒരു മതേതരത്വം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചൂടുപിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ കോളേജില് ഒരു ഒരു എസ് എ കോമ്പറ്റീഷൻ, മലയാളത്തിൽ എസ് എ കോമ്പറ്റീഷന്റെ ഞങ്ങൾക്ക് കിട്ടിയ ടോപ്പിക്ക് ഭാരതത്തിൽ മതേതരത്വത്തിന്റെ പങ്ക് എന്നൊക്കെ പറഞ്ഞുള്ള ടോപ്പിക്ക് അന്ന് ഞാൻ എസ് എ കോമ്പറ്റീഷനിൽ എഴുതുമ്പോൾ
ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഈ ഗ്ലാഡിസ്റ്റൈൻസ് അങ്ങനെ അപ്പോഴും ഞാനൊരു ഹൈന്ദവരായിരുന്നു. എന്നാൽ ഈ ഗ്ലാഡിസ്റ്റൈൻസ് ക്ഷമിച്ചതിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് അതൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ആ എസ്സേയിൽ എഴുതുന്നതും അത് പിന്നെ കോളേജ് മാഗസീനിൽ പിന്നീട് പ്രസിദ്ധീകരിച്ച് വന്നതുകൊണ്ട് പിന്നീട് എനിക്കത് ഞാൻ അന്നത് എഴുതിയായിരുന്നല്ലോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് എന്റെ ഓർമ്മയിൽ നിൽക്കുന്നതിന്റെ കാര്യം അത് പിന്നീട് ആ ലേഖനം പിന്നീട് ആ മറവ ന്യൂസിന്റെ വെളിച്ചം എന്നുള്ള ഒരു കോളേജ് മാഗസീനിൽ പിറ്റേ വർഷം പ്രസിദ്ധീകരിച്ച് വരികയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് അതിനുശേഷം പിന്നെ ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ദൈവം തന്നെ എന്നെ പല 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 സാഹചര്യങ്ങളിലൂടെ നടത്തിക്കൊണ്ടുവന്ന് ഞാൻ എന്തോ വലിയ വലിയ ആത്മീയനാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാനൊരു വെറും നീച പാപിയാന്നുള്ളൊരു കാര്യം ദൈവം തിരിച്ചറിയാൻ ഇടയാക്കി. അങ്ങനെ ഹെസ്കേൽ 36 25, 26, 27 വാക്യങ്ങളിൽ കല്ല് പോലെ ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയത്തെ നൽകുന്നുള്ള ഒരു വാക്യം ദൈവനോട് സംസാരിച്ചാണ് 1999 ഡിസംബർ മാസം 19 ഞായറാഴ്ച ഒരു ദിവസം രാവിലെ ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവിനെ വഴി നടത്തുന്നത്. അപ്പൊ അങ്ങനെ പല പല സാഹചര്യങ്ങളും പല പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ക്ഷമ, അപ്പം ശൗലിനെ പൗലോസാക്കിയതും ഒരു ക്ഷമയായിരുന്നു അല്ലേ? എന്താ നമ്മളവിടെ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ നമ്മളിപ്പോ ഉണ്ട്. നമ്മൾ തിരിച്ച് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് ഒന്ന് പേജുകൾ തിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം കൈകളിൽ ബൈബിളിലുണ്ടല്ലോ അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 6-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്കൊക്കെ നമ്മൾ തിരിക്കുമ്പോൾ അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ യോഹന്നാന്റെ സുവിശേഷം കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികള് അതിന്റെ 7-ാം അധ്യായത്തിലാണ് സ്തെഫാനോസിന്റെ പ്രസംഗം. 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് എന്ന് പറയുന്ന സ്തെഫാനോസ് വളരെ ഒരു ചെറുപ്പക്കാരനായിരുന്നു. വളരെ ചെറുപ്പക്കാരൻ, ഒരു യുവാവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ജ്ഞാനവും ആ ഒരു തീക്ഷ്ണതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറുവാനുള്ള വലിയൊരു ബഹുമതിയായിരുന്നു ആർക്ക് കിട്ടിയത്? ഈ സ്തെഫാനോസിന് കിട്ടിയത്. അപ്പൊ സ്തെഫാനോസ് ആ ഒരു ന്യായപ്രമാണത്തിൽ നിന്നൊക്കെയുള്ള താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളും യേശുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മതഭക്തിയൊക്കെ തുറന്നു കാട്ടി എല്ലാം പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വന്നു. യഹൂദന്മാർക്കെല്ലാം ഭയങ്കര ദേഷ്യം വന്നു. അതായത് ഒരു ശൗല് പൗലോസായ ക്ഷമയുടെ സ്നേഹത്തിന്റെ ഒരു കാര്യം പറയുക. എന്താ അവിടെ അപ്പോസ്തലത്തിൽ 7-ാം അധ്യായത്തിന് 54-ാമത്തെ വാക്യത്തിൽ ഇത് കേട്ടപ്പോൾ, അതായത് സ്തെഫാനോസിനെ കേട്ടപ്പോൾ ആളുകൾക്ക് എന്ത് പറ്റി? അവര് കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പല്ല് കടിച്ചപ്പോൾ നമ്മളാരെങ്കിലും തിരിച്ച് പല്ല് കടിച്ചേനല്ലേ? എന്നാ അവരങ്ങനെ പറഞ്ഞു, അങ്ങനെ ഞാനും കണ്ടു പറയും എന്ന് പറയുമല്ല, മറിച്ച് സ്തെഫാനോസ് അവിടെ ആ വാക്യം അവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ബൈബിൾ എടുത്ത് നോക്കുന്നുണ്ടല്ലോ, ബൈബിൾ എടുത്ത് തുറന്നു നോക്കി ആ വചനങ്ങളൊക്കെ എഴുതിയിടുകയൊക്കെ ചെയ്യാൻ ഞങ്ങള് കുഞ്ഞുങ്ങളെ വരെയും ഞങ്ങളെ ഉത്സാഹിപ്പിക്കാറുണ്ട്. അപ്പം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 54 ഇപ്പൊ നമ്മൾ വായിച്ചു. എന്നാൽ 55-ാമത്തെ വാക്യത്തിൽ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യഥാർത്ഥ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അതെ, പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു നിറവെന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവിന് ഫലം എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, ദീർഘക്ഷമ. നമ്മള് ആ ഒരു ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ, അങ്ങനെ ഒരു 9 കാര്യങ്ങൾ നമ്മളവിടെ ഗലാത്യർ 5-ന്റെ 22-23 അധ്യായത്തിൽ 23 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആദ്യം പ്രാഥമികമായിട്ട് വരുന്ന ഒരു കാര്യം എന്താ? ആ ഒരു സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നിറയും. അത് ഈ റോമർ 5-ന്റെ 5 നമ്മളിപ്പം ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് റോമർ 5-ന്റെ 5 വായിക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മളുടെ ക്രിസ്ത്യ കുളത്തിലൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് ഒത്തിരിയൊക്കെ പറയും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവില് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യം എന്താ? സ്നേഹം. അതാണ് നമ്മള് റോമർ 5-ന്റെ 5 ഇപ്പൊ നമ്മൾ അവിടെ ഡിസ്പ്ലേഡ് ആയിട്ട് കാണുന്ന എന്താ? അതെ അതെ, ദൈവത്തിന്റെ അതെ, ആമേൻ. പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വണ്ണം, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു പ്രത്യാശയ്ക്ക് ഒരു മുടക്കം വരാതെ, അതിന്റെ ഒരു തടസ്സം വരാതെ വണ്ണം ദൈവത്തിന്റെ സ്നേഹം, പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സ്നേഹം, ആ ഒരു യേശു പറഞ്ഞു എന്റെ സ്നേഹം എന്ന് കർത്താവ് പറഞ്ഞു തുടങ്ങിയ വാക്യം നമ്മള് യോഹന്നാൻ 15-ന്റെ 10-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം നമ്മൾ ആദ്യം കണ്ടായിരുന്നു. എന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ, ആ ദൈവത്തിന്റെ ആ സ്നേഹം, നിർവ്യാജമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹം, എല്ലാവരെയും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു സ്നേഹം. ഇന്ന് പലപ്പോഴും പലർക്കും സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്താ? ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഭാര്യയോടങ്ങ് ക്ഷമിക്കാൻ പറ്റുന്നില്ല,
ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അപ്പനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അമ്മയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അമ്മായിയപ്പനോട് അമ്മായിയമ്മയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, നാത്തൂവിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അളിയനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പിന്നെന്താ മക്കളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, മരുമക്കളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, കൊച്ചുമക്കളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അയൽവക്കക്കാരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പിന്നെന്താ കൂടെയുള്ള സഹപ്രവർത്തകരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്നാ ആ ഒരു യഥാർത്ഥത്തില് കർത്താവിന്റെ സ്നേഹം, ആ പരിശുദ്ധാത്മാവിനാൽ, അത് ആ ദൈവത്തിന്റെ സ്നേഹം, ലവ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു സ്നേഹം ക്രൂസില് അതിന് തൊട്ട് മുമ്പ് അതിന്റെ 8ാമത്തെ വാക്യത്തിൽ ആ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്നേഹം ദൈവം എങ്ങനെ പ്രദർശിപ്പിച്ച് ക്രിസ്തുവോ, അതിന്റെ തൊട്ട് താഴെ 5ാമത്തെ വാക്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ആ സ്നേഹം എങ്ങനെയുള്ള സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം എന്ന് 8ാമത്തെ വാക്യം, ആ റോമർ 5:8 എന്താ വായിക്കുന്നത്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. നമ്മളെല്ലാം പെർഫെക്റ്റ് ആയി ഇനി ഒരു കുറവില്ലാത്തവനായി തീർന്നു കഴിയുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചോളാം എന്ന് പറയുന്നൊരു സ്നേഹമല്ല. ശരിയാണ്, നമ്മുടെ ഭാര്യയ്ക്ക് പല ബലഹീനതകൾ കാണും, നമ്മുടെ ഭർത്താവിന് പല കുറവുകൾ കാണും, അപ്പനമ്മമാർക്ക് പല പ്രയാസങ്ങൾ, പല കാര്യങ്ങളിലും ചിലപ്പോൾ നമുക്ക് അവരോട് യോജിക്കാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഇൻലോസ്, അമ്മയപ്പനോ അമ്മായിമ്മയോ അല്ലെങ്കിൽ മരുമക്കളോ അല്ലെങ്കിൽ യുനോ നമ്മളുടെ അതുപോലെയുള്ള നമ്മളുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, എല്ലാവരും കുറവുകളുള്ളവരാ, നമ്മളും കുറവുകളുള്ളവരാ. പല കാര്യങ്ങളും നമുക്ക് എല്ലാം നമുക്ക് എല്ലാവരോടും യോജിക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ എങ്കിലും ഹൃദയത്തിലൊരു കയ്പില്ലാതെ കർത്താവെ ഞാനങ്ങ് ക്ഷമിക്കുന്നു, കർത്താവെ ഞാനത് ഇങ്ങനെ പിടിച്ച് അതിന്റെ ഒരു പകരം ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കണം, ഒരു 2 വാക്ക് പറയണം, എന്തെങ്കിലും ഒരു പാര വെക്കണം, അങ്ങനെയുള്ള ആ ഒരു ക്ഷമിക്കാത്ത ഒരു മനോഭാവത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണത്തില്ല? സ്വർഗത്തിന്റെ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മളില് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലെന്ന് അർത്ഥം. യഥാർത്ഥത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറയുമ്പോൾ, അവിടെ നമ്മൾ ഇപ്പോഴും റോമർ 5:8 നമ്മൾ വായിക്കുന്ന ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗോഡ് ഹാസ് ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് ലവ്. ഗോഡ് ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് ഓൺ ലവ് എന്ന് ഇംഗ്ലീഷിൽ എഴുതും. കർത്താവ് തന്റെ സ്വന്തം സ്നേഹത്തെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇൻ ദാറ്റ് വൈൽ വി വർ എറ്റ് സിന്നേഴ്സ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അസ്. നിങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ പാപികളായിരിക്കെ നമുക്ക് പല കുറവുകളുണ്ട്, നമ്മൾ പല കുറവുകളും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരുന്ന നമ്മളുടെ ആ കുറവുകളൊന്നും നോക്കാതെ യേശു കർത്താവ് എന്നെ സ്നേഹിച്ചു, ദൈവപിതാവിനെ സ്നേഹിച്ചു, യേശുവിനെ ക്രൂസിൽ യാഗമായിട്ട് എനിക്കായിട്ട് തന്നു. ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവിനാൽ. അതാ റോമർ 5:5 സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ 8ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ സ്നേഹത്തിന്റെ പാരമ്യം ആയിട്ടുള്ള ഒരു പ്രദർശനം നമ്മൾ ക്രൂശിലാണെന്നുള്ള കാര്യം 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതിന്റെ 6ാമത്തെ വാക്യത്തിൽ നാം ബലഹീനനായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. പിന്നെ 8ാമത്തെ വാക്യത്തിൽ പാപികളായിരിക്കുമ്പോൾ, 10ാമത്തെ വാക്യത്തില് ശത്രുക്കളായിരിക്കുമ്പോൾ. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മുടെ അവസ്ഥ? എങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ക്വാളിഫിക്കേഷൻ? എന്തൊക്കെയായിരുന്നു? നമ്മളിങ്ങനെ ഡിഗ്രി ഒക്കെ ഇങ്ങനെ എഴുതിയിടും അല്ലേ? ഒരാളെ ഇന്ന ഡിഗ്രി നമ്മുടെ യഥാർത്ഥത്തിലെ ക്വാളിഫിക്കേഷൻ നമ്മള് ബലഹീനരായിരുന്നു 6ാമത്തെ വാക്യം. 8ാമത്തെ വാക്യം പാപികളായിരുന്നു, നമ്മൾ ബലഹീനനായിരുന്നു, ദൈവത്തിന്റെ ഒരു ബലമില്ലായിരുന്നു, ഹെൽപ്ലെസ്. യഥാർത്ഥത്തിലുള്ള ഒരു ദൈവത്തിന്റെ ബലമില്ലാതെ നമ്മൾ നിസ്സഹായ അവസ്ഥയിലായിരുന്നു. നമ്മൾ നരകത്തിലേക്കുള്ള ഒരു പാതയിലായിരുന്നു. നാം ഹെൽപ്ലെസ് ആയിരുന്നു, ബലഹീനരായിരുന്നു. പിന്നെന്താ? 8ാമത്തെ വാക്യത്തിൽ നമ്മൾ പാപികളായിരുന്നു. 10ാമത്തെ വാക്യത്തില് നമ്മൾ ശത്രുക്കളായിരുന്നു, ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ എനിക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവിന്റെ സ്നേഹം. ആ സ്നേഹം അത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, പ്രസംഗിക്കണം. പക്ഷെ അത് 5ാമത്തെ വാക്യത്തില് ആ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിന്റെ സ്നേഹം, ആ പിതാവിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പം പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നമ്മൾ നിറയുമ്പോൾ ഈ സ്നേഹമാണ് പ്രാഥമികമായിട്ട് നമ്മളിലൊന്ന് നിറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, പരോപകാരമുണ്ട്, ദീർഘക്ഷമയുണ്ട്, നന്മയുണ്ട്, ഇന്ദ്രിയജയമുണ്ട്, സൗമ്യതയുണ്ട്, വിശ്വസ്തതയൊക്കെ ഉണ്ട്. അതെല്ലാം വന്ന് നിറയും. പിന്നെ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന വരങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന് നിറയുന്ന യഥാർത്ഥത്തിൽ നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് നാം സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ സ്നേഹമാണ് നമ്മളിൽ വന്ന് നിറയുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തിരിച്ച് നമുക്ക് ഞാൻ എന്റെ സ്നേഹം, എന്റെ സന്തോഷം, എന്റെ സമാധാനം എന്ന് പറയുന്ന ആ 3 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ എന്റെ സ്നേഹം എന്നുള്ള വാക്യം നമ്മൾ ആദ്യം കണ്ടേ. ഏതാ? യോഹന്നാൻ 15:9 വാക്യത്തില് എന്റെ സ്നേഹം. അത് എങ്ങനെയുള്ള സ്നേഹമാണ്? അത് കർത്താവ് പറയുക. ഞാൻ ഒന്നുകൂടെ ആ വാക്യം വായിക്കുമോ? യോഹന്നാൻ 15:9 വാക്യം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യം അത്.
അതായത് യേശു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം യേശുവിനെ സ്നേഹിക്കുന്നു. പക്ഷെ എത്ര എത്ര സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, അതാണ് നമ്മളവിടെ വായിക്കുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, ജസ്റ്റ് as the father has loved me. പിതാവ് യേശുവിനെ സ്നേഹിച്ചതിന് എന്തെങ്കിലും അളവുണ്ടായിരുന്നോ? തൃത്വത്തില്, ത്രിയേക ദൈവത്തില് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത സ്നേഹം. ആ അളവില്ലാത്ത സ്നേഹം, ആ സ്നേഹം കൊണ്ടാണ് പിതാവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ നമ്മളും അതുപോലെ കർത്താവിന് നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കും ആ സ്നേഹം അനുഭവിക്കാനും പോകും. കർത്താവ് ഒരു അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാട്ടിലൊക്കെ പാടാറുണ്ട്. യഥാർത്ഥത്തിൽ അത് അളവുകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ഒരു സ്നേഹം. അപ്പൊ അതാ നമ്മളിവിടെ വായിക്കുന്നത്, പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തില് വസിക്കണം. നമുക്ക് ദൈവം ഇതുപോലെ അളവില്ലാതെ സ്നേഹിക്കുന്നു, പക്ഷെ നമ്മൾ ആ സ്നേഹത്തിൽ വസിക്കാതെ നമുക്ക് വേറെ പലയിടത്തേക്കും ഒക്കെ ഓടിപ്പോയി നമുക്ക് നമ്മളങ്ങ് സ്ട്രേ അവേ ചെയ്ത് പോയി, അല്ലെങ്കിൽ പിന്മാറിപ്പോയി, നമ്മളങ്ങ് ഒരു യഥാർത്ഥത്തിൽ ഒരു സ്നേഹത്തിന്റെ കാര്യങ്ങൾ അനുഭവിക്കാതെ അങ്ങ് പോയിരിക്കാം. പക്ഷെ ഇന്ന് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിക്കുക. കർത്താവിന്റെ ആ സ്നേഹം, കർത്താവ് നാം പാപികളായിരിക്കെ, നാം ബലഹീനരായിരിക്കെ, നാം ശത്രുക്കളായിരിക്കെ കർത്താവിനെ സ്നേഹിച്ച ഒരു സ്നേഹം. ആരും സഹായമായി ഇല്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വേളയിൽ, അങ്ങനെ ഒരു പാട്ടുണ്ട്. എൻ്റെ യേശുനായകൻ എനിക്ക് നല്ല സ്നേഹിതം എന്നുള്ളൊരു പാട്ട്. അത് ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പാടിയത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ യേശു നായകൻ ഡോക്ടർ സന്ദീപ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. വേറെ ആരും ഇതുവരെ അത് പാട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പണ്ടേ ഉള്ളൊരു പാട്ടാണ്, ഞങ്ങളാരും എഴുതിയ പാട്ടൊന്നുമില്ല, തെറ്റിദ്ധരിക്കേണ്ട, പണ്ടേ ഉള്ളൊരു പാട്ടാണ്. പക്ഷെ എൻ്റെ യേശു നായകൻ എനിക്ക് നല്ല സ്നേഹിതം എന്നുള്ളൊരു പാട്ട്, അതില് ഇങ്ങനൊരു വരിയുണ്ട്, ആരും സഹായമായി ഇല്ലാതെ ഞാൻ, ആരും സഹായമായില്ലാതെ ഞാൻ പാരം നലഞ്ഞിടും വീരയിൽ, ആരും സഹായമായില്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വീണയിൽ, അരുമയോടെ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാം, അരുമയോടെ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാം, എൻ്റെ യേശു നായകൻ എനിക്കു നല്ല സ്നേഹിതൻ, എൻ്റെ യേശു നായകൻ എനിക്കു നല്ല സ്നേഹിതൻ, വിണ്ണിൻ സുഖം വെടിഞ്ഞീ മഞ്ഞിൽ എന്നെയും തന്മകനാക്കുവാൻ, വിണ്ണിൻ സുഖം വെടിഞ്ഞീ മഞ്ഞിൽ എന്നെയും തന്മകനാക്കുവാൻ, വന്നു ജീവൻ തന്ന നാഥൻ ഇന്നും അനന്യനാം, വന്നു ജീവൻ തന്ന നാഥൻ ഇന്നും അനന്യനാം, എൻ്റെ യേശു നായകൻ എനിക്കു നല്ല സ്നേഹിതൻ, എൻ്റെ യേശു നായകൻ എനിക്കു നല്ല സ്നേഹിതൻ, എല്ലാം എനിക്കെൻ്റെ നന്മയ്ക്കായി സ്വർലോകനാഥൻ തരുന്നതാ, എല്ലാം എനിക്കെൻ്റെ നന്മയ്ക്കായി
സ്വർലോകനാഥൻ തരുന്നതാൽ ഇല്ല ഭീതി ഉള്ളിലിൻ്റെ നല്ല നാഥൻ അവനല്ലോ. ഇല്ല ഭീതി ഉള്ളിലിൻ്റെ നല്ല നാഥൻ അവനല്ലോ. എൻ്റെ യേശു നായകൻ എനിക്കു നല്ല സ്നേഹിതൻ. എൻ്റെ യേശു നായകൻ എനിക്കു നല്ല സ്നേഹിതൻ. അപ്പൊ ആരും സഹായമായില്ലാതെ പരുമലഞ്ഞിടം വേളയില് നമ്മള് എത്ര ബലഹീനരായിരുന്നപ്പോ നമ്മള് ഒരു കണ്ണിനും ദയ തോന്നാതെ നമ്മളായിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ യെഹെസ്കേൽ 16 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് വലിയ വിശുദ്ധന്മാരായിട്ട് നമ്മൾ വലിയ ദൈവമക്കളായിട്ട് ദൈവം നമ്മളെ ഇത്രയധികം വളർത്തിയെന്ന നമ്മൾ ഏതൊരു അവസ്ഥയിൽ നിന്നാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത്. കർത്താവിന്റെ ആ സ്നേഹം നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു കുറച്ചുകൂടെ ആഴത്തിൽ വിലമതിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ബലഹീനതയുടെ അവസ്ഥയിൽ ആർക്കും ദയ തോന്നാതെ നമ്മളെ യെഹെസ്കേൽ 16 5 വാക്യത്തില് ഒരു കണ്ണിനും ദയ തോന്നാതെ ഒരു കുഞ്ഞ് ചോരയിൽ കിടന്ന് പുളയുന്ന കരയുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മളുടെ അവസ്ഥ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള നമ്മളുടെ ആത്മീയ അവസ്ഥ ഏതാ? യെഹെസ്കേൽ 16 എസെക്കിയേൽ, ഇംഗ്ലീഷിൽ എസെക്കിയേൽ നമ്മൾ പറയുന്നു, മലയാളത്തിൽ യെഹെസ്കേൽ 16:5 നിന്നോട് മനസ്സിലവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിന് നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്ത് ഇട്ട് കളഞ്ഞു. അതിന്റെ 6 വാക്യത്തിൽ നീ രക്തത്തിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്കുക എന്ന് കൽപ്പിച്ചു. അതേ, നീ രക്തത്തിൽ കിടക്കുന്നെങ്കിലും ജീവിക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. ലിവ് എന്ന്, ജീവിക്കുക എന്നും സമർത്ഥമായി ജീവിക്കുക എന്നും കർത്താവ് കൽപ്പിച്ചു. ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായ ജീവൻ ഉണ്ടാകുവാനുമാണ് വന്നിരിക്കുന്നതെന്നാണ് യോഹന്നാൻ 10:10 നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്ന് നമുക്കുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവേ, അവിടുത്തെ ആ സ്നേഹത്തിന്റെ ഒരു ആഴം, ഞാൻ ഏതൊരവസ്ഥയിലായിരുന്ന സമയത്ത് അവിടുന്ന് എന്നോട് കാണിച്ച ഒരു സ്നേഹം. നമ്മള് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്ക് നിങ്ങൾ നോക്കുക എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. 51 അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, നോക്കട്ടെ. അതെ, അത് തന്നെ, 51 അധ്യായം. യെശയ്യാവ് 51:1 വാക്യം. നീതിയെ പിന്തുടരുന്നവരും യഹോവ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ. നമ്മളെല്ലാവരും നീതിയെ പിന്തുടരുന്നവരാ. നമുക്ക് നീതിയോടെ ജീവിക്കണം, ദൈവവചന പ്രകാരം ആയിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നവർ. അത് നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക്. ഇപ്പൊ നമ്മൾ വലിയ ദൈവത്തിന്റെ ആലയത്തില് നമ്മൾ വലിയ ജീവക്കല്ലുകളായിട്ട് നമ്മൾ ഇന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ എവിടുന്ന വെട്ടിയെടുത്തേ? നമ്മൾ ഏതൊരവസ്ഥയിലായിരുന്നു? അതാ, നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ലുക്ക് ടു ദ റോക്ക് ഫ്രം വിച്ച് യു വർ ഹ്യൂൺ ആൻഡ് ടു ദ ക്വാറി ഫ്രം വിച്ച് യു വർ ഡഗ്. നമ്മൾ ഏതൊരവസ്ഥയിൽ, നമ്മൾ ഏതൊരു പാപത്തിന്റെ അവസ്ഥയിൽ ആയിരുന്ന സമയത്ത്, നമ്മൾ എത്ര അസംഖ്യമായിട്ടുള്ള പാപങ്ങളെല്ലാം കർത്താവ് അതൊന്നും ഓർക്കാതെ, അതൊന്നും കണക്കിടാതെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ഇന്ന് നമുക്ക് ചിലരെ സ്നേഹിക്കാൻ നമുക്ക് ഇന്ന് ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? നമ്മള് ദൈവമുമ്പാകെ നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ ഇന്ന് ചിലരെ സ്നേഹിക്കാൻ, ചിലരോട് ക്ഷമിക്കാനൊക്കെ നമുക്കൊരു പ്രയാസമുണ്ടോ? കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മത്തായി 6 അധ്യായം അതിന്റെ ഗിരിപ്രഭാഷണത്തിന് ഒത്തു നടക്കുന്നതിന് കർത്താവ് 2 വാക്യങ്ങളിൽ അപ്പുറവും ഇപ്പുറവും തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ ഭയാനകമായിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ, ദൈവം എങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കത്തില്ലെന്ന് പറയുക, പിതാവ് ക്ഷമിക്കത്തില്ല എന്ന് പറയുമ്പോൾ പുത്രന്മാരോടാ പറയുന്നത്, ശിഷ്യന്മാരോട് പറയുക. മത്തായി 5:1 വാക്യത്തില് ശിഷ്യന്മാര് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു എന്നാ വായിക്കുന്നത്. മത്തായി 5:1 പുരുഷാരത്തെ കണ്ടെത്തപ്പോൾ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ശിഷ്യന്മാരോട് കർത്താവ് പറയുക, മത്തായി 6 അധ്യായത്തിന്റെ 14-15, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ, ശരിയാ, നമ്മളെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ നമ്മളോട് ക്ഷമിക്കും. 1 യോഹന്നാൻ 1:9 നമുക്കറിയാം.
ശരി, നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുന്നു, കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നു. എന്നാൽ ആ ക്ഷമയിൽ തന്നെ നമുക്ക് തുടരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ച കർത്താവ് നമ്മളോട് പിതാവ് നമ്മളോട് ക്ഷമിക്കുന്നു പറയുമ്പോൾ ദൈവം മക്കളോടാ പറയുന്നത്, ശിഷ്യന്മാരോടാ പറയുന്നത്. ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നല്ല, പിതാവ് എന്നാ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത വാക്യം, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അതിന്റെ തൊട്ട് മുമ്പേ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മളോട് ക്ഷമിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? 12-ാമത്തെ വാക്യം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പൊ ഞങ്ങള് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കേണ്ടത് പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കേണ്ട ദൈവമേ എന്നാണ് നമ്മള് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മള് ഇന്ന് ശരിയാണ്, നമുക്കിപ്പോ എല്ലാവരോടും ഒരേ അളവിൽ കൂട്ടായ്മയൊന്നും സാധ്യമല്ല. ഇപ്പൊ എല്ലാം ഓരോരുത്തരുടെ ആത്മീയ നിലവാരത്തിനനുസരിച്ച് നമുക്ക് അവരോട് ചേർന്ന് പോകാനും കൂട്ടായ്മ കൂടാനൊക്കെ സാധിക്കത്തുള്ളൂ. എങ്കിലും നമ്മുടെ ഹൃദയത്തിലൊരു കയ്പ്, ഒരു നീരസം, ചിലരോടൊരു കയ്പിന്റെ ഒരു വേരിനെ കുറിച്ചൊക്കെ നമ്മള് എബ്രായ ലേഖനം 12-ാം അധ്യായത്തില് യെശയ്യാവിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. ഒരു കയ്പിന്റെ വേര് അത് പലരെയും മലിനമാക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മളുടെ ഹൃദയത്തിൽ ഇന്ന് നമ്മളെ ദൈവം മുമ്പാകെ ഈ സെഷൻ അങ്ങ് അതൊക്കെ കൺക്ലൂഡ് ചെയ്യുക. അതിനിടെ ആ ഒരു ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കേട്ട ദൈവവചനത്തിന് മുമ്പാകെ കർത്താവിന്റെ ഒരു സ്നേഹം നമ്മളിൽ നിന്ന് വാസ്തവമായിട്ട് വന്ന് നിറയുവാൻ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? അതോ ചില ക്ഷമിക്കാത്ത അവസ്ഥകള്, ചില നീരസങ്ങള്, ചിലരോട് നമുക്കൊരു പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെ നമുക്കെതിരായിട്ട് നമ്മള് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ, നമ്മളൊരു യാഗവുമായിട്ട് വഴിപാടുമായിട്ട് വരുമ്പോൾ, അന്ന് യഹൂദന്മാരായ ശിഷ്യന്മാരോട് കർത്താവ് പറയുമ്പോൾ വഴിപാടിന് കാര്യം പറഞ്ഞു. അവിടെ യോഹന്നാൻ 5-ാം അധ്യായത്തില്, മത്തായി 6-ൽ നിന്ന് ഞാൻ പെട്ടെന്ന് 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുവാം. മത്തായി 5-ാം അധ്യായത്തില് അവിടെയും കോപത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട്, കോപിക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണ്, കൊല ചെയ്യരുതെന്നൊക്കെ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കേട്ടിട്ടുണ്ട്, എന്നാൽ കോപിക്കുന്നത് അതേ ശിക്ഷാവിധിയാണെന്നുള്ള കാര്യമാണ് കർത്താവ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഗിരിപ്രഭാഷണത്തില്. അതാ മത്തായി 5-ന്റെ 21-22 വായിക്കുക. കൊല ചെയ്യരുത് എന്നും മത്തായി 5-ന്റെ 21-ാമത്തെ വാക്യം വായിക്കുന്നേ. അവിടെ പഴയ നിയമത്തിൽ കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പൂർവികന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്ന് ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത്? ഞാനും നിങ്ങളോട് പറയുന്ന, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. നമുക്ക് പലപ്പോഴും എന്താ ഈ കോപം വരുന്നതിന്റെ കാരണം? ഈ ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞു നിൽക്കാത്തതുകൊണ്ട്. ദൈവസ്നേഹമൊക്കെ അങ്ങ് ഈ ചില കലത്തിനകത്ത് ലീക്ക് ഉണ്ടെങ്കിൽ, കലം നിറയെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ കലവിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും വെള്ളമൊന്നുമില്ല, എല്ലാം ലീക്കായി പോയി. അതിനകത്ത് എന്തോ ഓട്ടയുണ്ടായിരുന്നു, ഓട്ടക്കലത്തിൽ വെള്ളം ഒഴിക്കുന്ന നമ്മൾ പറഞ്ഞതല്ലേ. നമ്മള് ദൈവസ്നേഹത്താലൊക്കെ ചിലപ്പോൾ പ്രാർത്ഥനയിലൊക്കെ നിറയപ്പെടുന്നു, എന്നാൽ വീട്ടിലൊക്കെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി ലീക്കായി പോയി. കെട്ടിയവൻ എന്തെങ്കിലും പറഞ്ഞു, കെട്ടിയവൾ എന്തെങ്കിലും പറഞ്ഞു, അപ്പോഴത്തേക്കും കോപിക്കുന്നു, ദേഷ്യപ്പെടുന്നു. നീ അങ്ങനെയാണ്, നീ ഇതാണ്. മക്കളോട് കയർക്കുന്നു, മക്കൾ അപ്പനമ്മമാരോട് കയർക്കുന്നു, ദേഷ്യവും കോപം, ക്ഷമിക്കാൻ പറ്റാത്ത മനോഭാവം. അതൊക്കെ നോർമലല്ലേ സഹോദര? അതൊക്കെ നോർമലല്ലേ ഡോക്ടറെ? ഇതൊക്കെ നമ്മൾ മനുഷ്യരല്ലേ? നമ്മൾ മനുഷ്യരാ, നമ്മൾ ബലഹീനത. എങ്കിലും നമ്മളത്, കർത്താവ് പറയുന്നത് പാപമാണ്. കോപിക്കുന്നത് വലിയ പാപമാണോ? എന്താ പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡിൽ? പഴയ നിയമത്തില് കൊലപാതകം ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിന്റെ നിലവാരത്തില് കോപിക്കുന്നത് അത് കൊല ചെയ്യുന്നത് പോലാണെന്ന കർത്താവ് പറയുന്നത്. 22-ാമത്തെ വാക്യത്തിൽ, ഞാൻ രാവിലെ 2 പേരെ കൊല ചെയ്തിട്ട് വന്നേക്കുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ നിർത്തുമോ? പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കൂലേ? എന്നാൽ പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡിൽ നമ്മൾ കോപിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഭാര്യയോടായിരിക്കും, ചിലപ്പോൾ മക്കളോടായിരിക്കും, പക്ഷെ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും കോപത്തിൽ വീണുപോകാതെ ആരും നമ്മളില്ല. കൊച്ചു പിള്ളേർ പോലും വളർന്നു വരുന്ന പ്രായത്തില് എന്തെങ്കിലുമൊക്കെ ദേഷ്യവും കോപവും ഒക്കെ നമ്മളുടെ ആ ഒരു സ്വയജീവൻ, നമ്മുടെ ജഡത്തിലുള്ള കാര്യം. പക്ഷേ ആ കർത്താവിന്റെ സ്നേഹം നമ്മളിൽ തികഞ്ഞു വരുന്നതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മളങ്ങ് കർത്താവിനോട് ഏറ്റു പറയണം. പിന്നെ ആരോടും കൂടെ ഏറ്റു പറയണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാ നമ്മൾ വായിക്കുന്നത്. അതാ 22-ാമത്തെ വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പം കൊലപാതകം ചെയ്ത ന്യായവിധിക്ക് യോഗ്യനാകും. ഇവിടെ കർത്താവ് പറയുന്നത് 22-ാമത്തെ വാക്യം, മത്തായി 5-22, സഹോദരനോട് കോപിക്കുന്നവന് ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ, ഞാൻ ആരും നിസ്സാര എന്നൊന്നും പറയത്തില്ല. നമ്മൾ പക്ഷെ വേറെ വാക്കൊക്കെ ആയിരിക്കും പറയുന്നില്ലേ. നമ്മൾ ഇന്ന് നിസ്സാര എന്ന് ആരെങ്കിലും ചെന്ന് വിളിക്കുമോ? വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഇടി പൊടിയെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
എന്താ പൊട്ടിയെന്നോ പട്ടിയെന്നോ കഴുതയെന്നോ പന്നിയെന്നോ കൂടുതൽ വാക്കുകളൊന്നും പറയണ്ടല്ലോ അല്ലേ. കോപിക്കുമ്പോൾ പലരും പല നിഘണ്ടുവിൽ ചേരാത്ത വാക്കുകളും അൺപാർലമെന്ററി വേർഡ്സ് ഒക്കെ വരും. അപ്പോഴാണ് ഓ വലിയ വിശുദ്ധനായ സഹോദരനാണ്, ഇതായിരുന്നു വിശുദ്ധയായ സഹോദരി. ഭയങ്കര കോപിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അവിടെ നമ്മൾ ചിലപ്പോൾ നിസ്സാരാന്നല്ല, ആ കോപത്തിൽ നിന്ന് അപ്പൊ ആദ്യം ഹൃദയത്തിലെ കോപമാണ് കർത്താവ് പറഞ്ഞത്. 3 സ്റ്റെപ്പ് കർത്താവ് പറഞ്ഞത്, നരകത്തിലേക്ക് പോകാനുള്ള 3 സ്റ്റെപ്പ്. ഈ സഹോദരൻ രാവിലെ അവിടെ കരുനാഗപ്പള്ളിക്ക് വന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി പറയുന്നത് നരകത്തിലേക്ക് പോകുന്നു. പിന്നെ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ കൂടുതൽ സ്ഥിരപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ കർത്താവ് നരകത്തിലേക്ക് പോകാൻ 3 സ്റ്റെപ്പ് പറയുക. ആദ്യം ഹൃദയത്തിലെ കോപം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാക്ക് പറയുന്നു, നിസ്സാരാന്നൊക്കെ വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ കുറച്ച് കഴിയുമ്പോൾ നിസ്സാരം എന്ന് പറഞ്ഞാൽ പോരാ, ഇവന് 2 ഡോസും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞ് പിന്നെയും വന്ന് ഒന്നുകൂടെ പറയൂ. അതാ നമ്മളിവിടെ മൂട എന്ന് വിളിക്കുന്നത്. നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂട എന്ന് പറഞ്ഞാലോ എന്നുവെച്ചാല് ആ ആദ്യം കോപത്തിൽ പറയുന്നു, പിന്നെയും നമ്മൾ ആ കോപത്തിൽ നിന്ന് നിലനിന്ന് പിന്നെയും നമ്മൾ അതിൽ തന്നെ അഭിരമിച്ചുകൊണ്ട് അതിൽ ഒരു മാനസാന്തരം ഇല്ലാതെ നമ്മൾ വീണ്ടും ആ കോപത്തിൽ നിന്ന് തുടർന്ന് വീണ്ടും അങ്ങനെയുള്ള വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ ആ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് കർത്താവ് പറയുന്നത്. നമ്മൾ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മസ്നാനം പ്രാപിച്ചു, ഞങ്ങള് വലിയ വലിയ വിശ്വാസികളുടെ കാര്യങ്ങളാണെന്നെല്ലാം പറയുമ്പോഴും കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവിന്റെ വചനമായത്. ആ ഒരു നമ്മൾ ആ കോപത്തിൽ തന്നെ അങ്ങ് നിന്ന് പലരും അങ്ങനെ ക്ഷമിക്കാതെ അങ്ങ് ഹൃദയം കഠിനപ്പെട്ട് ചിലപ്പോൾ അവരുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു. എല്ലാവരുടെയും ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നതിന് കാരണം ക്ഷമിക്കാത്തത് നല്ലതെന്ന് അല്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനൊന്നും അല്ല ഞാൻ പറഞ്ഞു. ഉറക്കം നഷ്ടപ്പെടുന്നതിന് പല പല കാരണങ്ങളുണ്ട്. എന്നാൽ ക്ഷമിക്കാതെ പലരും നന്നായിട്ട് ഉറങ്ങുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഉറക്കവും ക്ഷമയും എപ്പോഴും നമുക്ക് തരതൊന്നും കൂട്ടിക്കിണക്കാനൊന്നും പറ്റത്തില്ല. എങ്കിൽ പോലും പലപ്പോഴും എന്താണ് പറയുന്നത്, പല നമ്മളുടെ പല തലവേദന, ശ്വാസം മുട്ടല്, പല സ്കിന്നിന്റെ പ്രോബ്ലംസ്, പല ശാരീരികമായിട്ടുള്ള പല രോഗങ്ങളും ഒക്കെ എപ്പോഴും അല്ല പലപ്പോഴും മനസ്സിന്റെ സമ്മർദ്ദത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് വരാം. മനസ്സിന്റെ സമ്മർദ്ദം കാരണം ചില എക്സിമ, ആർത്രൈറ്റിസ്, മൈഗ്രെയിന്, അൾസർ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ എപ്പോഴും സ്ട്രെസ് കാരണം, എപ്പോഴും മനസ്സിന്റെ സമ്മർദ്ദം കാരണം തന്നെ ആയിരിക്കണം എന്നില്ല. പലപ്പോഴും മനസ്സിന്റെ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ സമ്മർദ്ദത്തിന് ഒരു കാരണം ഈ ഒരു ക്ഷമിക്കാത്ത അവസ്ഥയൊക്കെ ആയിരിക്കാം. അപ്പൊ അത് തന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുത്തുന്നതായിട്ട്, ഞാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ ഇടയിൽ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നൊക്കെ അവിടെ മത്തായി 18 കർത്താവ് രൂപമൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുത്തുന്ന വേദനയൊക്കെ, എല്ലാ സ്കാനും കാര്യങ്ങളൊക്കെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നോർമലാണ്. പിന്നെ എന്താ കുഴപ്പം? നിങ്ങൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി കാണാൻ, എന്താ മനസ്സിന്റെ കുഴപ്പം പറഞ്ഞു വരുമ്പോൾ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സമ്മർദ്ദം, ആ ഹോസ്റ്റിലിറ്റി, അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉരുണ്ട് കയറി അത് ചിലപ്പം അത് നമ്മളുടെ ശരീരത്തിലെ പല പല സിംറ്റംസ് ആയിട്ടൊക്കെ, എപ്പോഴും എല്ലാ ശരീരത്തിന്റെ സിംറ്റംസ് അതുകൊണ്ടാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ അതിന് തെറ്റിദ്ധരിക്കുകയോ കുറ്റബോധത്തിലാവുകയൊന്നും ചെയ്യരുത്. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ മനസ്സിന്റെ സമ്മർദ്ദം അതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു ക്ഷമിക്കാത്ത അവസ്ഥയൊക്കെ കാരണം തന്നെ പലപ്പോഴും നമ്മളുടെ ഉറക്കം പോവുകയും നമുക്ക് സ്വസ്ഥതയില്ലാത്ത പലതരത്തിലുള്ള പല ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളിലോട്ടൊക്കെ പോയിക്കൂടുന്നില്ല. അപ്പം കർത്താവ് പറയുക, നിങ്ങൾ മൂടാന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ എന്ത് ചെയ്യണം? നിന്റെ വഴിപാട്, 23-ാമത്തെ വാക്യം മത്തായി 5:23, ആകയാൽ നിന്റെ വഴിപാട്, നമ്മുടെ വഴിപാടെന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫറിങ്, നമ്മളുടെ ജീവിതം തന്നെ കർത്താവിനൊരു വഴിപാടായിരിക്കണം. നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ വചനം വായിക്കുന്നു, നമ്മൾ പ്രധാനമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് വഴിപാടെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടവരാണ് നമ്മൾ ഇപ്പൊ നമ്മൾ അടുക്കള ജോലി ചെയ്താലും ഓഫീസിൽ ജോലി ചെയ്താലും പാടത്തും പറമ്പത്തും ഒക്കെ ആണെങ്കിലും എല്ലാം കർത്താവിന് വഴിപാടായിട്ട് നമ്മുടെ ജീവിതം ജീവിക്കേണ്ടത്. ഇപ്പൊ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ, ആ കർത്താവിന്റെ ക്രൂശാകുന്ന യാഗപീഠത്തെങ്കിൽ കർത്താവിന്റെ മുമ്പാകെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അപ്പോഴാണ് ഓർമ്മ വരുന്നത്, അയ്യോ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? വഴിപാട് ഒക്കെ അവിടെ മറന്ന് അവിടെയൊക്കെ അത് അവിടെ ഇരിക്കട്ടെ, ഇറ്റ് ക്യാൻ വെയിറ്റ്. അത് വഴിപാട് പീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, റെക്കൺസൈൽ ചെയ്യുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ വഴിപാട് കഴിച്ചിട്ട് പ്രയോജനമൊന്നും ഇല്ലെന്നാ പറയുന്നത്. ആദ്യം ചെന്ന് നമ്മളിപ്പോൾ ആരോടെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ, ഇപ്പം നമുക്ക് ആരോടെങ്കിലും എതിരായിട്ട്, നമുക്ക് ആർക്കെങ്കിലും എതിരായിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ക്ഷമിക്കുക. എന്നാൽ ഇപ്പം വേറെ ആർക്കെങ്കിലും നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ട്, നമ്മൾ ചിലപ്പം പറയാത്തതോ ചെയ്തതോ ചെയ്യാത്തതോ ഉള്ള കാര്യം കൊണ്ട് വേറൊരാൾക്കൊരു പ്രയാസമായി, അത് നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരു കുത്തായിട്ട് ദൈവം ഓർപ്പിക്കുന്നു. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ വഴിപാട് കഴിച്ചിട്ട് കർത്താവേ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വലിയ വലിയ വഴിപാടൊക്കെ കഴിച്ച് നമ്മൾ അങ്ങ് പോകുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാനതൊന്നും സ്വീകരിച്ചില്ല. നീ ആദ്യം ചെന്ന്
ചിലപ്പോൾ നിന്റെ ഭാര്യയോടായിരിക്കും ക്ഷമ ചോദിക്കേണ്ടത്. ഇന്നലെയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു അപ്പനും മോനൊരു മോനല്ല മോള്, 12 വയസ്സുള്ള ഒരു മോള്, ഭയങ്കര വാശിക്കാരി മോള്, കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. ഇന്നലെയാണ് എന്റെ ഓർമ്മ. അപ്പൊ അതും കൂടെ പറഞ്ഞാണെങ്കിൽ ഈ സെഷൻ ക്ലോസ് ചെയ്യുക. അപ്പോ ഭയങ്കര വാശിയോ, ഭയങ്കര ദേഷ്യം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നല്ല ശാസന കർക്കശത്തോടെ വലിയ കാര്യമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ നല്ല അനുസരിച്ചില്ലെങ്കിൽ നല്ല അടി കൊടുക്കണമെന്നൊക്കെ ഫാദറിനോടൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ ഫാദറിനോട് ആദ്യം ക്ഷമ ചോദിക്കണം, സോറി പറയണം. എന്നിട്ട് പിന്നെ പപ്പ സോറി എന്നൊക്കെ കുഞ്ഞ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഉടനെ മമ്മി അവിടെ എൻ്റെ അടുത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വിളിച്ച് മമ്മിയോട് ക്ഷമ ചോദിക്കണം, പിന്നെ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും അനിയത്തിയോടും ഒക്കെ ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നലെ ആ കുഞ്ഞിനെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊച്ചു കുഞ്ഞ് അതിന്റെ യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് വാശിക്കാരി ആയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും. അവര് ഈ വാശിക്ക് വളം വെച്ച് കൊടുത്തതിന്റെ ഉത്തരവാദിത്വം അവർക്കാ ഉള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ക്ഷമ ചോദിക്കുന്നതിന്റെ ഒരു കാര്യം, നമ്മൾ ഒരാളെ മുറിപ്പെടുത്തി നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മളിപ്പോ ഇനിയിപ്പോ കിഴിഞ്ഞു നോക്കി എന്തെങ്കിലും നമ്മൾ കുറ്റബോധത്തിലാവണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ദൈവമുമ്പാകെ വരുമ്പോൾ നമ്മളുടെ മനസാക്ഷിയിൽ ചിലര് അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം, അന്ന് ചെയ്തൊരു കാര്യം വേറൊരാൾക്ക് പ്രയാസമായി, അത് ഞാൻ ഇതുവരെ ഒരു സോറി, ഒരു ക്ഷമ ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന് നമ്മളുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഒപ്പിക്കുന്നുവെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന്, ഒരു പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബ്രേക്കിലാണെങ്കിൽ ഫോൺ വിളിച്ചാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ തന്നെ ആയിരിക്കും മിക്കവർക്കും ക്ഷമ ചോദിക്കാനുള്ളത്. വെച്ചാൽ ഈ തട്ടിയും മുട്ടിയിരിക്കുമ്പോഴാണല്ലോ, ചട്ടിയും കലവും തട്ടിയും മുട്ടിയിരിക്കുന്നതാണ്. ചിലപ്പോൾ മക്കളോടായിരിക്കും ക്ഷമിക്കുന്നത്. പോലെ ഞാൻ നിന്നോട് അങ്ങനെ ഞാൻ ഇന്നലെ ഒരു കൗൺസിലിങ്ങിന് തന്നെ പെട്ടെന്ന് നമ്മുടെ ഭാര്യയോ ഭർത്താവോ, ദൈവം അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയരുത്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മുടെ മക്കളോ പെട്ടെന്ന് എടുക്കപ്പെടുവാണെങ്കിൽ, ഞാൻ അവസാനം ആ ഒരു ക്ഷമയും കൂടെ ഒന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നല്ലോ കർത്താവേ എന്ന് നമുക്കൊരു കുറ്റബോധം ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കർത്താവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. നമുക്ക് ഒരു വക പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു വാക്ക് കർത്താവിന്റെ മുമ്പാകെ, കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവ് എത്രമാത്രം നമ്മളെ സ്നേഹിച്ചു, ആ ദൈവത്തിന്റെ സ്നേഹം, സ്വർഗത്തിന്റെ സ്നേഹം, നമ്മൾ പാപികളായിരിക്കെ, നമ്മൾ ബലഹീനരായിരിക്കെ, ശത്രുക്കളായിരിക്കെ ഒക്കെ കർത്താവ് നമ്മളെ തേടി വന്ന ആ ഒരു സ്നേഹം, ആരും സഹായമായി ഇല്ലാതെ പാരം വലഞ്ഞിടുന്ന വേളയിൽ ആ മുൾപ്പടർപ്പില് കുരുങ്ങിക്കിടന്ന ആട്ടിൻകുട്ടിയായിരുന്നു ഞാൻ. എന്നാ കർത്താവിനെ തേടി വന്നു, എൻ്റെ ഇടയിൽ എന്നെ തേടി വന്ന് അവിടുന്ന് എന്നെ തോളത്തെടുത്ത് വെച്ച് ആർപ്പോടെ ആ 99ന്റെ കൂടെ എന്നെ ചെന്ന് ചേർത്തു. ഞാൻ ഏതൊരവസ്ഥയിൽ നിന്നാണ്, ആ വെട്ടിയെടുത്ത പാറ, ഖനിഗർഭം, ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ ഉരഗണനന്റെ ഏതോന്നാതെ അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കർത്താവിന്റെ സ്നേഹത്താൽ എന്നെ നിറച്ചല്ലോ. ഇന്ന് കർത്താവെ അവിടുത്തെ ആ സ്നേഹവും ക്ഷമയും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ടോ, അതോ പല കയ്പും പ്രയാസവും വിരോധവും വൈരാഗ്യവും പല പല അസ്വസ്ഥതകളും കാര്യങ്ങളും ആകുലചിന്തകളുമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുവാണോ? ആരോടെങ്കിലും എനിക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ കർത്താവെ ഇന്ന് തന്നെ, ഇപ്പം തന്നെ ക്ഷമിക്കാൻ കർത്താവെ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. നമ്മൾ ദൈവമുമ്പാകെ ഒരു നല്ല മനസാക്ഷിയോടെ ദൈവമുമ്പാകെ നമ്മൾ ആയിരിക്കുന്ന അവസരത്തിൽ നമുക്ക് വരുമ്പോൾ ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ, അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ മുഖം നമുക്ക് ഹൃദയത്തിൽ ഓർമ്മ വരും. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും, നമ്മുടെ ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കും, ചിലപ്പോൾ സഭയിലുള്ള സഹോദരങ്ങളായിരിക്കാം, ചിലപ്പോൾ അയൽവക്കത്തുള്ളവരായിരിക്കാം, ചിലപ്പോൾ ചിലപ്പോൾ മരിച്ച് മൺമറഞ്ഞു പോയവരായിരിക്കും. എങ്കിലും നമുക്ക് ക്ഷമിക്കാൻ, അവരോട് മാത്രം ഞാൻ ക്ഷമിക്കത്തില്ല, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്ന വിശ്വാസികൾ തന്നെയുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാതെ നിങ്ങളുടെ പിഴകളെ, മനുഷ്യരുടെ പിഴകളെ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ലെന്ന്, അതൊരു മനുഷ്യൻ പറഞ്ഞ വാക്കുകളല്ല, കർത്താവ് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ അവിടുത്തെ വാക്യമാണ്. മത്തായി 6:15 നമ്മൾ വായിച്ചു. കർത്താവ് ആകാശവും ഭൂമി മാറിപ്പോയാലും അവിടുത്തെ വാക്ക് മാറിപ്പോകത്തില്ല. അവിടുന്ന് എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ കർത്താവ് എൻ്റെ നിത്യതയിലെ അവസ്ഥ എന്താവും, എത്ര പരിതാപകരമായിരിക്കും, ആ ഒരു ഭയാനകമായിരിക്കും. കർത്താവെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനേ വയ്യ. കർത്താവെ കർത്താവെ അവിടുത്തെ ആ സ്നേഹത്തെ കണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമിക്കട്ടെ. ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. എൻ്റെ ഹിതം പോലെ അല്ല കർത്താവെ, എൻ്റെ ഹിതം പോലെ എന്നെ നടത്തണം. അവിടുത്തെ ഹിതത്തിനായിട്ട്, അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞാൻ താഴ്ത്തുന്നു കർത്താവെ. അവിടുത്തെ വചനപ്രകാരം എല്ലാവരോടും ക്ഷമിക്കാൻ,
എല്ലാവരോടും സ്നേഹമുള്ളവരായിരിക്കാം. ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണല്ലോ അവിടുന്ന് പറഞ്ഞു കർത്താവേ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പഠിപ്പിച്ച അരുമനാഥന്റെ ആ ചോരപ്പാടുള്ള കാൽപാദങ്ങളാണല്ലോ ഞങ്ങള് പകൽക്കാലം കാണുന്നത്. കർത്താവേ, ഞങ്ങളും ആ വഴി തന്നെ ഞങ്ങൾക്കും പോകണം. അതിനായിട്ട് അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ജീവനുള്ള യാഗമായിട്ട് ഞങ്ങളതിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെയും പല കുറവുകളുള്ള അവസ്ഥകളെല്ലാം അവിടുത്തെ മുമ്പാകെ ഇട്ട് പറയുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് കഴുകിയാട്ടെ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹത്താൽ അവിടുത്തെ അളവില്ലാത്ത ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവെ അവിടത്തേക്കായിട്ട് കർത്താവ് ഞങ്ങൾ തുറന്നു തരുന്നു. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. പ്രൈസ് യു. സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണം, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണം. ഞങ്ങളെ ഫ്രഷായിട്ട് നിറച്ചാട്ടെ. ആ സ്വർഗത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ സ്നേഹം, അളവില്ലാത്ത സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ. എന്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ആ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ കർത്താവെ. കർത്താവെ, വലിയ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, വലിയ സന്തോഷത്തോടെ ഞങ്ങള് കർത്താവെ ആയിരിക്കേണ്ട തുടർന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളെ അവിടുത്തെ സ്നേഹത്താൽ നിറച്ച് മറുപടി ചേർന്ന് ഓർത്ത് സ്തോത്രം ചെയ്യും. നന്ദി കർത്താവേ, നന്ദി. ആരോടെങ്കിലും ക്ഷമ ചോദിക്കാൻ കർത്താവെ അവിടുന്ന് ഓർപ്പിക്കുന്നുവെങ്കിൽ എത്രയും നേരത്തെ കർത്താവെ ക്ഷമ ചോദിക്കുവാനും ഒരു നല്ല മനസ്സാക്ഷിയോടെ ആയിരിക്കാനും ഞങ്ങളെ സഹായിച്ചാട്ടെ. എല്ലാവരോടും ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിച്ചിട്ട് ആരോടും ഒരു കൈപ്പ് വിരോധമില്ലാതെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി. അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥന കേട്ടത് ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വലിയേറിയ മഹിയുള്ള നാമത്തിൽ. ആമേൻ. ആമേൻ. ആമേൻ.